ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ. പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറ്റിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ വീടുകളിൽ കേന്ദ്ര സർക്കാരിൻ്റെ വർഷം തോറും 6000 രൂപ ലഭിക്കുന്ന PM കിസാൻ സമ്മാൻ നിധി ധനസഹായം വാങ്ങുന്നവരുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക. PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത്തെ ഗഡു വിതരണത്തിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. ഫെബ്രുവരി മാസം അവസാനത്തോടെ 22ാം ഗഡു അക്കൗണ്ടുകളിലേക്ക് എത്തുമെന്നാണ് നിലവിൽ വന്ന അറിയിപ്പുകൾ. കൃത്യമായ തീയതി സർക്കാർ ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ടിട്ടില്ല. ഒരു കർഷക കുടുംബത്തിൽ ഏതെങ്കിലും ഒരംഗം കഴിഞ്ഞ വർഷം ആദായ നികുതി അടിച്ചിട്ടുണ്ടെങ്കിൽ ആ കുടുംബം ഈ പദ്ധതിക്ക് അർഹരല്ല. അർഹതയില്ലാതെ തുക കൈപ്പറ്റുന്നത് കണ്ടെത്താൻ സർക്കാർ പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. ഇത്തരക്കാർ ഇതുവരെ വാങ്ങിയ എല്ലാ ഗഡുക്കളും, അതായത് 22ാമത്തെ ഗഡു വരെയുള്ള തുക സർക്കാരിലേക്ക് തിരിച്ചടക്കേണ്ടതായിട്ട് വരും. ഇനി അനർഹർക്ക് പിഴയിൽ നിന്നും മറ്റ് നിയമ നടപടികളിൽ നിന്നും ഒഴിവാകാൻ PM കിസാൻ പോർട്ടൽ വഴി സ്വമേധയാ പിന്മാറാവുന്നതാണ്. അതിനായി pmkisan.gov.in എന്ന വെബ്സൈറ്റിൽ കയറി വോളണ്ടറി സറണ്ടർ ഓഫ് PM കിസാൻ ബെനിഫിറ്റ്സ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്ട്രേഷൻ നമ്പർ നൽകി OTP വഴി ലോഗിൻ ചെയ്ത് പദ്ധതിയിൽ നിന്നും ഒഴിവാകാവുന്നതാണ്. അതുപോലെ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ വിവിധ സംസ്ഥാനങ്ങൾക്ക് PM കിസാനുമായി ബന്ധപ്പെട്ട് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അതിൽ കേരളത്തിനും അറിയിപ്പുണ്ട്. അതായത് സർക്കാർ വിതരണം ചെയ്യുന്ന ആനുകൂല്യം മുടങ്ങാതിരിക്കാൻ എത്രയും വേഗം കേരളത്തിലുള്ള 68,000 മുകളിലുള്ള കർഷകർ അവരുടെ ആധാർ ബാങ്ക് അക്കൗണ്ട് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഈ 68,000 പേരുടെ ലിസ്റ്റ് സർക്കാർ പ്രസിദ്ധീകരിക്കാത്തത് കൊണ്ട് എല്ലാവരും തന്നെ ആധാർ വെബ്സൈറ്റിൽ കയറി ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. നിലവിൽ 2000 വാങ്ങുന്ന കർഷകർ തീർച്ചയായും ഇത് ശ്രദ്ധിക്കണം. കാരണം ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് ഇന്നാക്റ്റീവായി കിടക്കുന്നുണ്ടെങ്കിൽ ബാങ്കിലെത്തി ആധാറുമായി ബന്ധിപ്പിച്ച് അക്കൗണ്ട് ആക്റ്റീവാക്കിയെടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ PM കിസാൻ ആനുകൂല്യം മുടങ്ങിയവർക്ക് വിതരണം ചെയ്തു എന്നൊരു അറിയിപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൽ ഉൾപ്പെടാത്ത കർഷകരും നിലവിൽ ആനുകൂല്യം വാങ്ങുന്ന കർഷകരും ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് നിർബന്ധമായും നോക്കേണ്ടതാണ്. നമ്മുടെ ആധാർ നമ്പർ ഉൾപ്പെടെ നൽകിക്കഴിഞ്ഞാൽ കൃത്യമായി ആധാർ ഏത് അക്കൗണ്ടുമായാണ് ബന്ധിപ്പിച്ചിട്ടുള്ളത് എന്ന് അറിയാൻ സാധിക്കും. അതുപോലെ ആധാർ അക്കൗണ്ട് സീഡിംഗ് ചെയ്തതും അറിയാൻ സാധിക്കുന്നതാണ്. അക്കൗണ്ട് ആക്റ്റീവായിട്ടാണ് കാണുന്നതെങ്കിൽ മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാതെ പണം ലഭിക്കും. അതുപോലെ ഇനി ബാങ്കിൽ പോയി ബന്ധിപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴിയും നടക്കും. പോസ്റ്റ് ഓഫീസിൽ എത്തിച്ചേർന്ന് ആധാർ ബന്ധിപ്പിച്ച്, അതായത് പോസ്റ്റൽ അക്കൗണ്ട് IBBP അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അങ്ങനെയും ഇത് ആക്റ്റീവാക്കാവുന്നതാണ്. PM കിസാൻ സമ്മാൻ നിധി ധനസഹായം വിതരണം ചെയ്യുന്നതിൻ്റെ മുന്നോടിയായിട്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിട്ടുള്ള ഏറ്റവും പുതിയ അറിയിപ്പിലാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുമല്ലോ. അടുത്തൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.